ആത്മീയതയെയും ആവശ്യമില്ലാതെ ഉപയോഗിക്കും, അനാവശ്യമായിട്ട് ഉപയോഗിക്കും. അത് തെറ്റാണ്. ഇവർ പറഞ്ഞു ഈ കൊച്ചിന് ഒരു രോഗമുണ്ടായി ഉടനെ മരിക്കുമെന്നൊരു ദർശനമുണ്ട്. കൊച്ചിനെ ഇതുങ്ങൾ എന്തേരം പ്രാർത്ഥിച്ചിട്ടാ ഈ കൊച്ചിനെ കിട്ടിയത് നിങ്ങൾക്ക് മാത്രമേ 14 വർഷം കാത്തിരുന്നൊരു കുഞ്ഞിനെ കിട്ടുമ്പോഴുള്ള ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ആ കൊച്ച് മരിക്കൂന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പറയാവോ? ഞാനതാ ചോദിക്കുന്നത്. നമുക്ക് വിവേകം വേണം. മരിക്കും. എന്നാൽ ഈ കാർന്നന്മാരുടെ ആ ചേട്ടൻ അവിടെ ഇല്ല, ചേട്ടൻ ഗൾഫിലാണ്. ഈ ചേട്ടത്തിയോട് തന്നെ ചെന്ന് പറഞ്ഞു, ചേച്ചിയോട്. അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ പറയുന്നവരുടെ? നിങ്ങളിത് ചിന്തിച്ച് നോക്കുക. ഇത് അപ്പോളേ തുടങ്ങിയ കരച്ചിൽ. ഈ കൊച്ചിന് ഒരു കുഴപ്പമില്ല കേട്ടോ, അന്നേരം ഒരു കുഴപ്പമില്ല. ഒരു ദിവസം വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു ഫോൺ വന്നു. ഫോണിൻ്റെ അങ്ങേ തലകെ കരയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, പറച്ചിലൊന്നും കേൾക്കണില്ല, കരച്ചിൽ മാത്രം കേൾക്കാം. അപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഒരു സ്ത്രീ സ്വരം കരയുന്നത് കേൾക്കാം. ഞാൻ ചോദിച്ചു, ഇത് ആരാണ്, കാര്യം പറ. പല പ്രാവശ്യം സംസാരിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫോണിൻ്റെ അറ്റത്ത് ഇങ്ങനെ കാണുന്നേ, കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നടത്തുള്ള ആളാ, ഇന്നടത്താണ് വീട്. ആ കൊള്ളാം, എന്താ കാര്യം? എൻ്റെ അച്ഛനോ എനിക്കത് പറയാൻ പറ്റിയല്ല. പിന്നെ ഞാനങ്ങനെ ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ, ഇല്ലേ? നമുക്കങ്ങനെ ഗണിച്ച് കണ്ടുപിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. കണിയാനൊന്നും അല്ല കേട്ടോ കത്തനാർ, അത് ഓർത്തേക്കണം. ചിലർ പറയും, ഇതിങ്ങനെ പറഞ്ഞേക്ക് എന്താണെന്ന്. ആ പരിപാടി നമുക്കില്ല കേട്ടോ, നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇനി അതോ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാലും അതിനെ വിവേചിച്ചറിഞ്ഞതിന് ശേഷം നമ്മളങ്ങോട്ട് പറയാവുള്ളൂ. അതൊക്കെ അങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ക്രമങ്ങളൊക്കെ അങ്ങനെ. പ്രിയമുള്ള മക്കളെ, അപ്പം ഈ ചേച്ചി ഇതിൻ്റെ അങ്ങേ തലയ്ക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ചേച്ചിയുടെ തൊട്ടടുത്ത ഒരു വീട്ടിലെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. ആ ചേച്ചി ഈ ഫോൺ അങ്ങ് മേടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഇന്നതാണ് കാര്യം, പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവിടെ വികാരിച്ചിനില്ലേ, വികാരിച്ചോട് സംസാരിച്ചപ്പോരെ? നേരെ പറഞ്ഞു, അച്ഛാ അതല്ല, പ്രാർത്ഥനാ ഗ്രൂപ്പുകാരാ പറഞ്ഞേ. ഞങ്ങൾക്ക് അതുകൊണ്ട് അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രയർ സെഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നത് കൊണ്ട് അവരെൻ്റെ പേരിൽ എന്നെ വിളിച്ചു. അടുത്ത ഇടവകയാണ് ഞാൻ. സ്നേഹമുള്ളവരെ, ഇവർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇന്ന പോലെ കൊച്ചിന്, അന്നേരം ആ ചേർത്തി കേക്കലിങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞില്ല, അപകടകരമായ രോഗം വരുമെന്നാണ് പറഞ്ഞേ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ഇന്നയാൾ, പ്രാർത്ഥിക്കുന്നവരാ പറഞ്ഞേ. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കേ, 15 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കേ, ഞാൻ അന്നേരത്തേനും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. 15 മിനിറ്റ് ഞാൻ അന്നേരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. എന്തായാലും ഇങ്ങനെ ഒരു വലിയ പ്രശ്നമാണല്ലോ, വിഷമമാണല്ലോ ഈ ഒരു സാഹചര്യം. ഞാൻ എൻ്റെ പള്ളിയിലിരുന്നു, അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, മുറ്റത്ത് തന്നെ പള്ളിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഒന്നും കിട്ടുന്നുമില്ല, എനിക്ക് ഇവരോട്ട് അറിയത്തുമില്ല. ഞാനങ്ങനെ വിഷമിക്കുക. എന്താ ദൈവമേ ഞാനിത് പറയണ്ടേ, ഒരു മറുപടി ഇതുങ്ങളോട്. അപ്പം ഇവരുടെ നൊമ്പരെന്ന് പറഞ്ഞാൽ അത് അത്ര വേദനയാണ്. 14 മിനിറ്റ് ആയിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഈ കൊച്ചിന് വേണ്ടി, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു. നേരെ ഞാൻ പള്ളിമുറി വന്നു. 15 മിനിറ്റിന് 1 മിനിറ്റ് 1 സെക്കൻഡ് പൂർണ്ണമാകുന്നതിന് മുമ്പേ വിളി വന്നു. കാരണം കറക്റ്റ് അറിയണ്ടേ. വിളി വന്നു, ഞാൻ എടുത്തു. അപ്പോൾ അപ്പുറത്തെ ആ ചേച്ചി ഞങ്ങളടിച്ചോണ്ടിരിപ്പുണ്ട്, പുള്ളി തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചിയാണോ? അതെ. അദ്ദേഹത്തിൻ്റെ പേരെന്നാ? പേര് ചോദിച്ചപ്പോൾ പേരൊക്കെ പറഞ്ഞു. ഭർത്താവ് എന്ത് ചെയ്യും? ഭർത്താവ് ജോലിയില്ല. അപ്പം ഭർത്താവിനെ അറിയിക്കണോ വേണ്ടയോ എന്നാണ്. വിദേശത്തേക്ക് പെട്ടെന്ന് വരുത്തണ്ടേ, കാരണം ശവടക്കും കാര്യങ്ങളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്യണ്ടേ. ഭർത്താവിനെ അറിയിക്കണോ, എന്നെ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ചേച്ചി ഈ വിട്ടിത്തരത്തിനൊന്നും കൂട്ടി നിൽക്കരുതെന്ന് പറഞ്ഞു. മനുഷ്യന് ഇച്ചിരി കിഡ്നി വേണം തലയിലായി. ഞാൻ ഇന്നലെ പറഞ്ഞു കേട്ടില്ലായിരുന്നു, ഈ തലയ്ക്കകത്തേ ചുമ്മാ കളിമണ്ണും കുമ്മായമായിട്ട് പോകരുത്. നിങ്ങൾ ഇത്രയും പഠിച്ചും മിടുക്കരായിട്ടൊക്കെ വന്നതാണ്, കുറച്ച് റീസണിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇതെങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നൊന്നും അറിയത്തില്ലാതെ ചുമ്മാ ഒരു ജാതി വർത്താനം പറയുമ്പോൾ അതെല്ലാം ഇങ്ങ് കേട്ടിരിക്കരുത്. നിങ്ങൾ പറഞ്ഞില്ല, കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയണം. പക്ഷേ ആ ക്രമപ്പെടുത്തലുകൾ ദൈവത്തോട് ചേർന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, ആരാണിത് പറഞ്ഞത്? ഇന്നയാളാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് നിങ്ങളോട് അതിന് പരിഹാരം ചോദിച്ചോ? പറഞ്ഞോ?
പരിഹാരം വല്ലതും പറഞ്ഞു? അതെ, പരിഹാരം പറഞ്ഞു. എന്താണ് പരിഹാരം പറഞ്ഞത്? അവിടെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് 400 കസേര കൊടുക്കണം. കൊടുത്താൽ നമുക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അച്ഛാ, പുള്ളിക്കാരനോട് ചോദിക്കണമെന്ന്. കൊടുക്കുന്നതിന് കുഴപ്പമില്ല അച്ഛാ, 400 500 പിന്നെ നമുക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അച്ഛാ. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്നാ? ഈ കൊച്ചിൻ്റെ ജീവനാ, അതിന് 500 അല്ല, അവരുടെ ഇതങ്ങ് വിറ്റേക്കാന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ കൊടുത്തേക്കാ അച്ചോ എന്നേ പറയുള്ളൂ. അത്രയും ആ മനുഷ്യരങ്ങനെയാന്നേ, നല്ല മനുഷ്യരാ. എന്നിട്ട് എൻ്റെ മക്കളെ സംഭവിച്ചെന്താണ്? എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ ഒരിക്കലും പ്രയറിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ചതിവുകൾ ആരും കാണിക്കല്. ഈ കൊച്ചിന് ഞാൻ ഇത്ര നേരം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയുടെ പേര് പറ, ചേട്ടൻ്റെ പേര് പറ, കൊച്ചിൻ്റെ പേര് പറഞ്ഞു, വയസ്സ് പറഞ്ഞു. ഞാൻ ഇച്ചിരി നേരം നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ചേച്ചി കണ്ണടച്ച്, ഇത് ഒരു പ്രാർത്ഥന നന്നായിട്ട് അറിയാമെന്നേ. കാരണം ഞാൻ പറഞ്ഞില്ല, കരിസ്മാറ്റിക് ധ്യാനവും കൂടിയാണ് ഈ കൊച്ചിനെ കിട്ടിയത്. അപ്പോൾ ഇവർക്ക് സ്തുതിപ്പും കാര്യങ്ങളും ഒക്കെ അറിയാം. ആ ചേച്ചി അവിടെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാനും ഒരു 5 മിനിറ്റ് തന്നെ ഫോൺ ഓണാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ സ്തുതിക്കുന്നത് ചേച്ചിക്ക് കേൾക്കാം, ചേച്ചി സ്തുതിക്കുന്നത് എനിക്കും കേൾക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അപ്പം ചേച്ചിക്ക് ആരാ കൊച്ചിനെ തന്നത്? തമ്പുരാൻ തന്നാ ചേച്ചാ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രാർത്ഥിച്ച് കിട്ടുക. അപ്പം കൊച്ചിൻ്റെ അവകാശി ആരാ? തമ്പുരാനാ. പിന്നെ ചോദിക്കുമ്പം വേണ്ടപ്പോൾ എടുത്തോട്ട് പോകട്ടെ, നീ എന്തിനാ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നമ്മളാരും ആരുടെയും കാവൽക്കാരല്ല, അല്ലേ? ശരിയല്ലേ? കർത്താവിന് വേണോ? ഇപ്പം തന്നെ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കണം. പിള്ളേരെ ശിശുക്കളുടെയും മുലയുടെ കുടിക്കുന്ന അതരങ്ങളിലും ദൈവം സ്തുതിഗീതം ഉയർത്തി എന്നാണ് പറയുന്നത്. സ്തുതിഗീതം, ഇത്ര മനോഹരമായ വാക്കുകളാണ് അതിൻ്റെ പിന്നിൽ നോക്കിയേ, ഇത്ര മനോഹരമാണെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ചേച്ചി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്ക് ദാനമായിട്ട് തന്നതാ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവിനും എനിക്കും ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്ന നീ എനിക്ക് ദാനം തന്ന കുഞ്ഞ, നിനക്കിഷ്ടമുള്ളപ്പോൾ എടുത്തോ. 15 മിനിറ്റ് കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. ചേച്ചി സമ്മതിച്ച് കണ്ണീരോടെ അതിൻ്റെ എല്ലാം സമ്മതിച്ചു. അച്ഛാ ആയിക്കോട്ടെ. എന്നാ ഞാൻ പറഞ്ഞു, ഇനി നിൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നിൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല. കാരണം എന്നാ? ദൈവത്തിൻ്റെ കൊച്ച. അത് അവളും കൂടി ഒന്ന് ഉറപ്പിച്ചു. അതുവരെ എൻ്റെ കൊച്ചെന്ന് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൊച്ചെന്ന് പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഞാൻ ഇനി പറയുമ്പോൾ 2 കാര്യങ്ങൾ മിങ്കിൾ ചെയ്ത് പോകും. 1 ശാപത്തിൻ്റെ മേഖല, 2 അനുഗ്രഹത്തിൻ്റെ മേഖല, ഇല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൊച്ചിനൊരു പേരുണ്ട്. അവൻ്റെ പേരെന്താണെന്നറിയോ? ബ്ലസ്സൻ. അനുഗ്രഹത്തിൻ്റെ പുത്രൻ എന്നുള്ള പേര് കൊടുത്ത് ബ്ലസ്സൻ ഇട്ടു. ബ്ലസ്സൻ എന്നാണ് അവൻ്റെ പേര്. പറഞ്ഞാലും കുഴപ്പമില്ലാത്ത, അവർ കേട്ടാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഈ ബ്ലസ്സൻ മോന് ഭയങ്കര നന്മയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ പുള്ളിയുടെ കെട്ടിയവനെ അറിയിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, പുള്ളിക്ക് 1.5 മാസം കഴിയുമ്പോൾ വരാവുന്നതാണ്. എല്ലാ 2 മാസം, 1 മാസം ജോലി അവിടെയാണ്, 1 മാസം ഇവിടെ, അങ്ങനെ കണ്ടാണ്. അത്രേ ഇതാണ്, വളരെ അങ്ങനെയുള്ളൊരു ജോലിക്കാരനാണ് പുള്ളി. അപ്പം അല്ലെങ്കിൽ 1.5 മാസം, അങ്ങനെ ഒരു ഗ്യാപ്പാണ് അവർക്കുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു, ഒന്നും അറിയാണ്ട് ഇങ്ങ് വന്നോട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അത് പറയാനൊന്നുമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല, നിങ്ങൾ മാന്യമായിട്ട് അങ്ങ് ജീവിച്ചു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, തൽക്കാലം നിങ്ങൾ അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,